hold me closer, hold me fast. This magic spell you cast, this is La Vie en Roses. When you kiss me, heaven sighs, and though I close my eyes. അങ്ങയുടെ ഉദരത്തിന്മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രതിഷ്ഠ Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you. Will heaven hold you? You look so beautiful in white. സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനം. കല്ലുങ്ങ്, പോളി, മിനി എന്നിവരുടെ മകൾ കൃപാമരിയും, ആലുക്ക, വർഗീസ് അന്നംകുട്ടി, മകൻ
ജോർഫിനും വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആഗ്രഹവും സന്നദ്ധതയും പ്രകടിപ്പിച്ച് ദേവാലയത്തിൽ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം അകമ്പടിയോടെ ആയിരിക്കുകയാണ്. വിവാഹദിനത്തിൽ വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുക, ഭാവുകങ്ങൾ നേരുക സ്വാഭാവികമാണ്. അതോടൊപ്പം ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ വേണ്ട ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് വിവാഹമെന്നത് ഒരു കൂദാശയാണ്. ഈ കൂദാശയുടെ പരികർമ്മം വഴി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹവും നന്മയും പ്രകടമാക്കുവാൻ വേണ്ട ദൈവകൃപ ഇവർക്ക് ലഭിക്കും എന്നതാണ് നമ്മുടെയൊക്കെ ബോധ്യവും വിശ്വാസവും. ആ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് തങ്ങളെ തന്നെ ദൈവസമക്ഷം പ്രതിഷ്ഠിച്ച് ദൈവത്തിൽ ആശ്രയം തേടി ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുക. ജോർഫിൻ അലൂക്ക വർഗീസിൻ്റെയും അന്നൻകുട്ടി ചേച്ചിയുടെയും മകൻ നല്ല മകനാണ്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ആത്മാർത്ഥതയും സ്നേഹമൊക്കെ പുലർത്തുന്ന വ്യക്തിയായിട്ടാണ് അറിയുവാൻ സാധിക്കുക. നമസ്കാരം കേൾക്കാൻ വന്നപ്പോൾ അവൻ വളരെ തുറന്ന മനോഭാവത്തോടെ പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, ആദ്യമേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ എനിക്ക് അറിയാവുന്നത്. ഇവിടെ അൾത്താര സംഘത്തിൽ അംഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അന്നത്തെ ആ നല്ല സ്വഭാവവും നല്ല പ്രതീക്ഷകളുമൊക്കെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്ന് കരുതുന്നു. കൃപാമരിയ ഞാനറിയില്ല, അവരുടെ അപ്പനറിയാം. ഞാൻ പഴുവക്കരയായിരുന്നപ്പോൾ ദേവമാതാ പള്ളിയിൽ ആദ്യമേ കുർബാനയ്ക്കുള്ള അവസരം ലഭ്യമാക്കിയത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ കൃപാമരിയം ഏറെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് ഒരുങ്ങി വന്നിരിക്കുക. അപ്പോൾ രണ്ടുപേർക്കും ഏറെ പ്രതീക്ഷകളുണ്ട്. ജോർഫിനെ സംബന്ധിച്ചിടത്തോളം കൃപാമരിയ നല്ല ഭാര്യയായിരിക്കണം, കൃപാമരിയെ സംബന്ധിച്ചിടത്തോളം ജോർഫിൻ നല്ല ഭർത്താവായിരിക്കണം. നിങ്ങൾ ഇരുവരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷയും സഫലമാക്കണമെങ്കിൽ അതിന് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക ഏറ്റവും അനിവാര്യമാണ്. ഇന്ന് ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകളൊക്കെ പോകും, ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കേണ്ടത്. അതിനായിട്ടാണ് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. നന്മ നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിലൊക്കെ ഉണ്ടാകണമെന്നും എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതിന് ഒരുപക്ഷെ മാനുഷികമായ കുറവുകളൊക്കെ സംഭവിക്കുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം രണ്ടുപേരും. ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതിൽ മാറ്റമില്ല, ഈ മനോഭാവം വരികയാണെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരും. മറിച്ച് ആ വ്യക്തി എന്ന നിലയിൽ കാണുവാനും സ്നേഹിക്കുവാനും അവരുടെ ജീവിതത്തിലെ പരിമിതികളെ സ്വീകരിക്കുവാനും ഇരുവരും തയ്യാറാകുമ്പോഴാണ് ആ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക. തിരുകുടുംബ മധ്യസ്ഥരായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം ഏറെ സന്തോഷകരമാകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നന്മയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമാകാൻ പ്രാർത്ഥിക്കും.
2025 കടന്നു പോകുന്ന ഈ ദിവസങ്ങളുടെ ഏറ്റവും അടുത്ത ദിവസത്തിൽ നിങ്ങളുടെ വിവാഹം നിത്യസഹായമാതാ കൂടപ്പുഴ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ എന്നെന്നും നിങ്ങൾക്ക് ഓർമ്മയുടെ ദിനമായിരിക്കട്ടെ. ഡിസംബർ മാസം 29-ാം തീയതിയാണ് ഈ ദേവാലയത്തിൽ വെച്ച് കൃപാമരിയ ജോർഫിനെ ഭർത്താവായി സ്വീകരിച്ചത്, ജോർഫിൻ കൃപാമരിയെ ഭാര്യയായി സ്വീകരിച്ചത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ദൈവം സഫലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് കൃപാമരിയയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊടിയൻ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊടിയൻ അച്ഛനെയും ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്തിയോടെ പ്രതീക്ഷയോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകിയടച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനശാന്തി പ്രത്യാശയും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ.
സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും, എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമ്മുടെ പ്രിയപ്പെട്ട ജോർഫിനും കൃപാമരിയയ്ക്കും മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്ന പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുഗ്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്തുക്കളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ് ആന്തരിക വ്യക്തിത്വമാണ്.
ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മകളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശമെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മണ്ണിൽ ശാന്തിയേകാ വിണ്ണിൽ ശോഭയേകാ മനസ്സിൽ പൊൻദീപമാ ഉണർവിൻ പൊൻപുൽവല അകതാരിൽ സുഖമരുളും നോവിൻ കുളിമഴയ ത്യോവിൻ കൃപയൊഴുകുകയാ അകതാരിൽ സുഖമരുളും നോവിൻ കുളിമഴയ ത്യോവിൻ കൃപയൊഴുകുകയാ ശാലോ ശാലോ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കുദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ
ആരംഭിക്കുന്ന ഇവരുടെ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തി വലുതാക്കിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജോർഫിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കൃപാമരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. കൃപാമരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിതരാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരമെഞ്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിൻ്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ
സന്തോഷത്തിലും ദുഃഖത്തിലും സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലൊരുത്തിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭാനങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. യേശുവേ നിൻ സ്നേഹമായി മാറിലടയാൻ ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. യേശുവേ നിൻ സ്നേഹമായി മാറിലടയാൻ ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ജീവനേകും ഭോജ്യമായി ഇനിയാകെയും നാഥനേ ഉള്ളിൽ വാഴണമേ. യേശുവേ നിൻ സ്നേഹമായി മാറിലടയാം ഞാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അപൂർണ്ണമായ ധനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സമാപന പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ,
അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേപ്പ് പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹായവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോർഫിനോടും കൃപാമരിയോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നതി നാഥനായങ്ങേ ഞങ്ങളിന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരിവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ക്രൂവേശുപിൻ വൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദേവൻ സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന നവദമ്പതിമാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർഫിനെയും കൃപാമരിയെയും നീ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളിലും അനുദിനം വളർന്നു വരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Then you went your way and I
wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. I'm getting good at seeing goodbye coming. At this point it's a good assumption. Anyone who falls for ends up leaving me in pieces. I guess you could say I'm getting used to it. I swear that I could write the book on losing every girl every time, so I'm just asking. Why is it always never forever? Why is it always me in my bed, missing a girl that I gave the world, that ended mine again and again? Why does it always never go my way? Why do our good things come to an end up with me and a broken heart just trying to forget her? Why is it always never? No matter what, it comes to me in my headlights, trying to drive a memory out of my mind. Is it me? Honestly, I'm starting to wonder. Oh, I wonder, is it inevitable? Tell me, 'cause I gotta know. Why is it always never forever? Why is it always me in my bed, missing a girl that I gave the world, that ended mine again and again? Okay, so first of all, Jorfin Kriba, congratulations, happy married life. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവരെ അറിയാം, പക്ഷെ നമുക്കൊന്ന് ഇവരെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അവർ ഗ്രൂം Jorfin Verghese, he's working in BMW showroom at Kuwait, and our beautiful bride Kriba Maria, she completed MSc in mathematics and currently working as a tutor. അപ്പോൾ നമുക്കറിയാം ഇവരെക്കാളും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക ഇവരുടെ പാരൻസും സിബ്ലിംഗും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. സോ ഞാൻ ആദ്യമേ തന്നെ ജോർഫിൻ്റെ പാരൻസിനെ സ്വാഗതം ചെയ്യാണ്. Let me invite the family of the groom. First, I invite Mr. Verghese and Mrs. Gracie Verghese to the stage. Okay, അപ്പോൾ നമ്മുടെ ഗ്രൂമിന് 2 ബ്രദേഴ്സ് ആണുള്ളത്. The elder brother, Mr. Jivin Verghese, he is settled in Oman, and the younger brother, Jomun Verghese, is pursuing his higher studies in Germany. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂമിൻ്റെ ഫാമിലി. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബ്രൈഡിൻ്റെ ഫാമിലിയെ സ്വാഗതം ചെയ്യാം.
So let me invite the family of the bride, her father, Mr. Polly K.A. and her mother, Mrs. Pinny Polly, to the stage. Okay, നമ്മുടെ കൃപയ്ക്ക് ഒരു യങ്ങർ ബ്രദർ ആണുള്ളത്, ക്രിസ്വിൻ. He is currently pursuing BTech Civil in Kusat. So welcome Crispin to the stage. First shared task as a married couple and slicing down to the bottom symbolize the depth of love. Now I request Jorfin and Kriba to cut the cake and share the optimum of love and sharing. So Jorfiനും Kriബയും family മുഴുവനെയും കേക്ക് കട്ട് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. So let's welcome the groom and bride to cut the cake. താഴെ വന്ന നിലവേ ഓ താഴുവീണ നിധിയേ ഓ ആഴമുള്ള നദിയേ ഓ കൊത്തിവെച്ച ശിലയേ ഓ മുത്തുവെച്ച മാലയേ ഓ പൊത്തിവെച്ച താരമേ കണ്ണടച്ച് കൈപിടിച്ച് വാ വാ പൊന്മാനെ മാനെ 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 മായാ ദിൽവാലെ മായാജാലം കാട്ടും കാതൽ ജിന്നാനെ ബാലി തീരം നിന്നെ കാണാൻ നോവാണെ വീര്യം കൂടും മീഞ്ഞാണെ Can't count the times I almost said what's on my mind, but I didn't. And just the other day I wrote down all the things I'd say, but I couldn't. I just couldn't. Baby, I know that you've been wondering. So here goes nothing, in case you didn't know. Baby, I'm crazy about you, and I would be lying if I said that I could live this life without you. Even though I don't tell you all the time, you had my heart a long, long time ago. In case you didn't know, the way you look tonight, that second glass of wine, that did it. There was something about that kiss, girl, it did me in. Got me thinking, I'm thinking all of the things that I've been feeling. It's time you hear 'em, in case
without you, even though I don't tell you all the time. You had my heart a long, long time ago. In case you didn't know, you got all of me. I belong to you. Yeah, you're my everything. Would've thought you wrote down every word. Goodbye spilled out like it had been rehearsed. And there ain't no point in trying to change your mind. Seems like you've got it all figured out. You're alright with the way this is going down. Don't tell me we could still be friends, hang out on the weekend. You're gonna be okay if I start seeing somebody new. You hope that I do. It won't be long till I forget to call every time that I'm drinking, and you ain't the love song I can't keep from singing. I gotta be honest, if you really believe that's the truth, you never loved me like I loved you. By the way you're talking, you would think you never had any real feelings for me. And if you think I could look across the bar, see you in someone else's arms, and I need you. Who do you think you are? Trying to tell me we could still be friends, hang out on the weekend. You're gonna be okay if I start seeing somebody new. You hope that I do. It won't be long till I forget to call every time that I'm drinking, and you ain't the love song I can't keep from singing. I gotta be honest, if you really believe that's the truth, you never loved me like I love. You always told me you never leave me. You said I was your one and only.
home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season